ആരാങ്ങൾ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു? അത് നിനക്ക് മനസ്സിലായില്ലേ? എക്സാം ബോർഡ് ഓഫീസേഴ്സ്. അവരെ ഓഫീസിൽ പോയി കാണാൻ പറ്റുമോ? ഇതുപോലുള്ള രഹസ്യ സ്ഥലങ്ങളിൽ വെച്ചല്ലേ അവരെ കാണാൻ പറ്റൂ. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോവല്ലേ, അതും നിനക്ക് വേണ്ടിയല്ലേ. അപ്പോ നീ കൂടി അവരെ കണ്ടിരിക്കണ്ടേ? നമസ്കാരം ആനന്ദപിള്ള സാറേ. നമസ്കാരം. ഇത് ബോർഡിലുള്ള മറ്റു 2 സഹപ്രവർത്തകർ. നമസ്കാരം സാർ. ഇത് പ്രസാദ്, ഇത് സെബാസ്റ്റ്യൻ. ഹായ് പ്രസാദ്. അറിയാലോ. ഞാൻ അനന്തപിള്ള. ഇത് മിസ്റ്റർ ദീപക്, മിനിസ്റ്ററുടെ മകനാണ്. ഹലോ. ഇവന് വേണ്ടിയാ നമ്മൾ ഈ കളിയൊക്കെ കളിക്കുന്നത്. അപ്പോ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ് സാർ. അത് പറയാനാണ് ഞങ്ങൾ കാണണമെന്ന് പറഞ്ഞത്. ഇതിന്റെ സാമ്പത്തിക വ്യവസ്ഥകള് ഇവരും കൂടെ അറിഞ്ഞിരിക്കണം. അപ്പൊ പറഞ്ഞത് ഓക്കെ സാർ. ആരുടെ അക്കൗണ്ട് നമ്പർ ആണോ തരാൻ പോകുന്നത് അതിലേക്ക് ഞാൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തേക്കാം. അത് മതി. ഓക്കെ സാർ. താങ്ക് യു വെരി മച്ച്. യെസ്, ശരി. അങ്ങളെ, അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? എന്തു കുഴപ്പം? ഒരു കുഴപ്പമില്ല മോനെ. പിന്നെ നീ എന്തേ ഒന്നും മിണ്ടാത്തെ? ഞാനവരെ വിളിച്ച, പക്ഷെ അവര് മറ്റൊരു വീട്ടില് ജോലിയില്ല. ഒരു കാരണവശാലും വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഓ, ആണോ? അവരെന്നെ വളരെ ആത്മാർത്ഥമായിട്ട് നോക്കിയതല്ലേ മോളെ? ഇതുപോലുള്ള വിശേഷ ദിവസങ്ങളിൽ അവരെ ഓർത്തില്ലെങ്കിൽ എന്തൊരു നന്ദിയുടെ ഫീൽ ചെയ്യുന്നു. തിരക്കാണെങ്കിൽ വരണ്ട. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നീ അവരെ ഒന്ന് വിളിച്ച. ഞാൻ അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു നോക്കാം. ഞാൻ വിളിച്ച അവര് പക്ഷേ അവര് വരാൻ തയ്യാറായെങ്കിലോ? നീ ഫോൺ ചെയ്താ ഞാൻ വിളിക്കാം. സിസ്റ്റർ പവിത്ര എന്ന് നോക്കിയാ പോരെ? ദൈവമേ, ഇതിൽ അമ്മേനാണല്ലോ സേവ് ചെയ്തിരിക്കുന്നത്. ഫോൺ ഇങ്ങ് കൊണ്ടുപോകാൻ മോളെ, വിളിച്ചു കൊടുക്ക. അച്ഛാ, ഞാൻ സിസ്റ്ററെ വിളിച്ചു തരാം. ശരി. എന്താടാ, അവര് ഫോൺ എടുക്കുന്നില്ലേ? റിംഗ് ഉണ്ട്. മോളെ. ഹലോ ആന്റി, ഇത് ഞാനാ, പ്രതാപവർമ്മയുടെ മകൾ ഋതിക. അച്ഛന് സിസ്റ്ററോട് എന്തോ സംസാരിക്കണമെന്ന്. ഞാൻ ഫോൺ കൊടുക്കാവേ. ഹലോ, സിസ്റ്ററെ, യമദേവനോട് യാചിച്ച് എന്റെ ജീവൻ തിരിച്ചു വാങ്ങി തന്നിട്ട് ഒരക്ഷരം മിണ്ടാതെ സിസ്റ്റർ ഇറങ്ങി പോയില്ലേ? ഒരു മരണത്തിലേക്ക് പോകേണ്ട എന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് സിസ്റ്ററാണ്.
സിസ്റ്ററിനോടുള്ള നന്ദിയുണ്ട് എന്റെ ഉള്ളു വിതുമ്പുവാണ്. ഹലോ സിസ്റ്റർ, എന്തൊന്നും മിണ്ടാത്തെ? സാറ് പറഞ്ഞോളൂ. സിസ്റ്ററെ നേരിൽ കാണണമെന്നും സംസാരിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. നാളെ വിഷുവാണ്. ഇത്തവണത്തെ വിഷു ആഘോഷം നമുക്കിവിടെ എന്റെ വീട്ടിലാക്കാം. സിസ്റ്ററെയും ഫാമിലിയും ഇവിടേക്ക് ക്ഷണിക്കുക. ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് ഫോൺ കൊടുക്കാവോ? ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയാ ഞാൻ. ഓ, ഫാമിലി ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ. സോറി സിസ്റ്റർ. അല്ല, സിസ്റ്റർ വരുമോ? കുറച്ച് ജോലി തിരക്കുണ്ട് സർ, പിന്നൊരിക്കലാവാ. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. എന്റെ വക ഒരു വിഷു കൈനീട്ടവും വിഷു കോടിയുണ്ട്. അത് എന്റെ മക്കളുടെ കൈ കൊടുത്തുവിടും. സിസ്റ്റർ സ്വീകരിക്കണം. തീർച്ചയായും സർ. അപ്പോ സിസ്റ്റർക്ക് എന്റെ എല്ലാവിധ വിഷു ആശംസകളും. താങ്ക് യു സർ. സാറിനും എന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.